ഇസ്ലാം അനുശാസിക്കുന്ന വ്രതാനുഷ്ഠാനം കൈക്കൊള്ളുന്നവരിൽ 3-ാം നോമ്പ് മുതൽ രക്തയോട്ടം വർദ്ധിക്കുന്നതായി കാണാം. തൽഫലം ചെവിയിൽ ചെവിക്കായം വർദ്ധിക്കുന്നു. 5-ാം നോമ്പ് മുതൽ രോഗപ്രതിരോധ വ്യവസ്ഥ ശക്തി പ്രാപിക്കുന്നു. അമേരിക്കയിലെ ശാസ്ത്ര ഗവേഷകർ വ്രതവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരീക്ഷണങ്ങളിൽ നോമ്പനുഷ്ഠിക്കുന്നവരിൽ ഓരോ 10 ദിവസം കഴിയുമ്പോഴും ശാരീരിക പ്രത്യേകത വന്നുചേരുന്നതായി കണ്ടെത്തി. നമുക്കറിയാം, റമദാനിലെ വ്രതം നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നത് 1 മാസക്കാലമാണ്. ആദ്യത്തെ 10-ൽ ശരീരത്തിനുള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷപദാർത്ഥം പുറംകോശങ്ങളിലെത്തി പുറംതള്ളുന്നു. തൽഫലം നാവിൽ വെള്ള കോട്ടിംഗ് നമുക്ക് കാണാൻ കഴിയും. നോമ്പുകാരനിൽ വിയർപ്പ് വർദ്ധിക്കും. അഴുക്കുകൾ പുറംതള്ളാനുള്ള മാധ്യമമായിട്ടാണ് ഇവ വർത്തിക്കുന്നത്. 2-ാം 10-ൽ ശരീരത്തിലുണ്ടായിട്ടുള്ള മൃതകോശങ്ങൾ പുറത്തു വരുന്നു. ഈ അവസരത്തിൽ തേച്ചുകുളി അഭികാമ്യം. കഫാധിക്യം വർദ്ധിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ്. തൽഫലം ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കൊഴുപ്പുകൾ കുറയുകയും ആരോഗ്യം ശക്തിപ്പെടുകയും ചെയ്യും. 3-ാം 10 രക്ഷപ്പെടലിന്റേതാണ്. വിറ്റാമിനുകളും ലവണങ്ങളും പിടിച്ചു നിർത്തി ശരീരത്തെ റീഫ്രഷ് ചെയ്യിക്കുന്ന ഘട്ടം. 11 മാസം നിരത്തിലോടിയ വാഹനം 1 മാസത്തെ കൃത്യമായ സർവീസിലൂടെ വീണ്ടും കുതിക്കാനുള്ള ഊർജം സംഭരിക്കുകയാണ് റമദാൻ എന്ന സർവീസ് സ്റ്റേഷനിൽ.